നമസ്കാരം. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് സംസ്ഥാനത്ത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ഇത്രയേറെ വർദ്ധിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പ്രകടന പത്രികയിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്നുള്ളതായിരുന്നു അവരുടെ ആ ഒരു മുദ്രാവാക്യം. എന്നാൽ നിർഭാഗ്യവശാൽ അധികാരം കിട്ടിയപ്പോൾ സംഭവിച്ചത് മറിച്ചാണ്. അതായത് പൂട്ടിപ്പോയത് പലതും സ്കൂളുകളാണ്. നാടിൻ്റെ മുക്കിലും മൂലയിലും വരെ ബീവറേജസ് ഔട്ട്ലെറ്റുകളും പുതിയ ബാറുകളും മാത്രം തുറന്നു കൊടുത്തു. 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്തിൻ്റെ ഇങ്ങേയറ്റം തുറന്നു കൊടുത്തത് 544 പുതിയ ബാറുകളും ബീവറേജസ് ഔട്ട്ലെറ്റുകളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരാഴ്ച മുമ്പ് ബീവറേജസ് കോർപ്പറേഷൻ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ പുതിയതായി വിപണിയിൽ ഇറക്കാൻ തുടങ്ങുന്ന ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കുന്നയാളിന് 10,000 രൂപ സമ്മാനം എന്നുള്ള ഒരു പരസ്യമാണ് ബീവറേജസ് കോർപ്പറേഷൻ നൽകിയത്. നിരവധി പേർ ഈ ബ്രാൻഡിക്ക് വേണ്ടി പേര് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാലൻ, ഭൂതം എന്നീ വിചിത്രമായ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ ബീവറേജസ് കോർപ്പറേഷന് നിരവധി പേരുകളും ലോഗോയുമാണ് ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ ബീവറേജസ് കോർപ്പറേഷൻ ഇതിൽ നിന്ന് ഒരു പേര് തിരഞ്ഞെടുത്ത് ആ പേര് കണ്ടെത്തിയ ആളിന് 10,000 രൂപ സമ്മാനം നൽകും. ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര അധപതിച്ച അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതിലേറെ ചീഞ്ഞു നാറി പൊഴുത്തിരിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി സർക്കാരും. മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കും, മദ്യം നിർത്തലാക്കും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നു. മദ്യം നിർത്തലാക്കണ്ട, ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യം നിർത്തലാക്കുക അസാധ്യമാണ്. പക്ഷേ മദ്യത്തിൻ്റെ വില ക്രമാതീതമായി ഇവർ വർദ്ധിപ്പിച്ചു. മദ്യത്തിൻ്റെ ഉപയോഗം വില വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി വന്നത്. മുമ്പൊക്കെ കഞ്ചാവ് മാത്രമായിരുന്നു. ഇപ്പോൾ കിലോ കണക്കിന് കഞ്ചാവാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ട്രെയിനിലൊക്കെ പിടിക്കപ്പെടുന്നത്. അപ്പോൾ പിടിക്കപ്പെടാതെ എത്രയോ കേസുകൾ ഇത്തരത്തിലുണ്ടാകും. അതിന് പുറമെയാണ് MDMA പോലെയുള്ള മാരകമായിട്ടുള്ള സിന്തറ്റിക് ലഹരികളും. ഇതൊന്നും നമ്മുടെ സർക്കാരിനെ അലട്ടുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് 1000 1200 രൂപയാണ്. അതിൽ നിന്ന് അവന് മദ്യപിക്കണമെങ്കിൽ തന്നെ 600 700 രൂപ വേണ്ടി വരും. പിന്നെ അവൻ്റെ ഒരു ദിവസത്തെ ചിലവ്, അയാളുടെ വണ്ടിക്കൂലി, ഇതെല്ലാം കഴിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് ഇയാൾക്ക് കിട്ടുന്ന കൂലിയിൽ നിന്ന് യാതൊന്നും വീട്ടിൽ കൊടുക്കാൻ കാണില്ല. അതോടൊപ്പം തന്നെ ഇത് 600 700 ഒരു ശരാശരി കണക്കാണ്. അതിലും കൂടുതൽ തുകയ്ക്ക് മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്തവരുണ്ട്, അമിത മദ്യപാനം മൂലം കുടുംബം താറുമാറാകുന്നവരുണ്ട്. ഇതൊന്നും നമ്മുടെ സർക്കാരിനെ അലട്ടുന്നതേയില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും മുമ്പൊക്കെ നമ്മുടെ പോണ്ടിച്ചേരിയിലൊക്കെ പോകുമ്പോഴാണ് ഈ റോഡരികിലൊക്കെ ഇത്തരത്തിൽ മദ്യപന്മാർ മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2016 മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊന്നും ഇത്തരത്തിലുള്ള ദയനീയമായ ഒരു അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിരവധി, ഇവിടെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പൊതുനിരത്തിലോ ബീവറേജിൻ്റെ മുന്നിലോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ മദ്യപിച്ച് ലെക്ക് കെട്ട് വസ്ത്രം പോലും ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് വീണ്ടും പുതിയ മദ്യം വിപണിയിൽ ഇറക്കുന്നു, അതിനുവേണ്ടി പേര് കണ്ടെത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. അത് തന്നെ ഒരു പരസ്യമാണ് എന്നുള്ളതാണ്. ഇതൊന്നും നമ്മുടെ സർക്കാരിനെ അലട്ടുന്നതേ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കേരളത്തിൽ പിടികൂടപ്പെടുന്ന മയക്കുമരുന്നുകളുടെ കണക്കുകൾ എടുത്ത് നോക്കൂ, ഞെട്ടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുടെ വർധന. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, അമ്മ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, മകൻ മാതാപിതാക്കളെ കൊല്ലുന്നു. ഇത്തരത്തിലുള്ള നമ്മൾ കേൾവി പോലുമില്ലാത്ത പല ക്രൂരമായിട്ടുള്ള മനസാക്ഷി മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളുമാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചതിനു ശേഷം കേരളത്തിൽ നടക്കുന്നത്. മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ രമേശ് ചെന്നിത്തല മാത്രമാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള നേതാക്കളൊക്കെ ഈ ലഹരി വിരുദ്ധ ദിനമൊക്കെ വരുമ്പോൾ സാംസ്കാരിക നായകരും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കും, അത് ഫേസ്ബുക്കിലിടും എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും അവർ ചെയ്യാറില്ല. പക്ഷേ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം ചെയ്യുന്നത്. അത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. മദ്യവും ഭാഗ്യക്കുറിയും മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറ. അപ്പോൾ ഈ മദ്യമില്ലാതെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മദ്യവും ലോട്ടറിയും മാത്രമാണ്. മറ്റുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. അരി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരണം, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരണം, പാല് കേരളത്തിൽ ആവശ്യമായിട്ടുള്ള പാലില്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് വരണം, മത്സ്യം തൂത്തുക്കുടിയിൽ നിന്നോ മംഗലാപുരത്തു നിന്നോ വരണം, തുണി തിരുപ്പൂരിൽ
ബീറ്റ്റൂട്ടിൽ നിന്ന് വരണം. അങ്ങനെ ഉരുളക്കിഴങ്ങും അതുപോലെ വെളുത്തുള്ളി പോലെയുള്ള വസ്തുക്കളൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് വരണം. അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബീവറേജ് കോർപ്പറേഷൻ്റെ ഈ ഒരു നാണം കെട്ട പരിപാടി. കേരളത്തിലെ ഒരു പ്രമുഖ സ്കൂളിൽ, തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് കുട്ടിയുടെ സ്കൂൾ ബാഗിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്ത സംഭവം പോലും ഉണ്ടായി. അപ്പോൾ കുട്ടികൾ പോലും മയക്കുമരുന്നിൻ്റെ പിടിയിലാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വേടനെ പോലെയുള്ളവരെ ഒരു ഭാഗത്ത് സർക്കാർ ന്യായീകരിക്കുന്നു, അതോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ ഉപയോഗം കൂട്ടുന്നു. ഇതുവഴി സമൂഹത്തിന് അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു സന്ദേശം കൂടി നൽകുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാലത്ത് ജീവിക്കാൻ കഴിയൂ. ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് സിമ്പലാണ്. ഇതൊക്കെ ബുദ്ധിയുള്ളവരും അല്ലെങ്കിൽ ചിന്താശേഷിയുമുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്. എന്തായാലും ബീവറേജ് കോർപ്പറേഷൻ പുറത്തിറക്കാൻ പോകുന്ന ബ്രാൻഡിക്ക് എനിക്കൊരു പേര് നിർദ്ദേശിക്കാനുണ്ട്. ഗോൾഡൻ ഗോസ്റ്റ്, അതായത് സ്വർണ്ണഭൂതം. സ്വർണ്ണ നയതന്ത്ര ചാനലുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്തിനെയൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ടും കാരണഭൂതൻ എന്നുള്ള അതിൽ നിന്നൊരു വാക്ക് കടമെടുത്തുകൊണ്ടും അത് ഗോൾഡൻ ഗോസ്റ്റ് എന്നുള്ള ഒരു പേരായിരിക്കും ഇനി പുറത്തിറക്കാൻ പോകുന്ന ഈ ഒരു മദ്യത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു പേര് എന്നെനിക്ക് തോന്നുന്നു. 10,000 രൂപ സമ്മാനം കിട്ടുമോ എന്ന് മാത്രം കണ്ടറിയാം.